ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാസിലസ് ആന്ത്രാസിസിന്റെ ലാബ് ഡയഗ്നോസിസ് ആണ്. നമ്മൾ ലാബ് ഡയഗ്നോസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ സാമ്പിൾ ആണ് നോക്കുന്നത്. സ്പെസിമെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏത് ടൈപ്പ് ഓഫ് സാമ്പിൾസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ടൈപ്പ് ഓഫ് ആന്ത്രാക്സ് ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ഉണ്ട്, ഇൻഹലേഷൻ ആന്ത്രാക്സ് ഉണ്ട്, ദെൻ ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആന്ത്രാക്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ ഒരു ടൈപ്പ് ഓഫ് ആന്ത്രാക്സിനെ ഡിപ്പെൻഡ് ചെയ്യും ഇതിന്റെ ക്ലിനിക്കൽ സാമ്പിൾസ്. ഇപ്പൊ നമ്മളിപ്പം ക്യൂട്ടേനിയസ് ആന്ത്രാക്സ് ആണെങ്കിൽ നമ്മുടെ സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേ ബി വെസിക്കുലർ ഫ്ലൂയിഡും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഫ്രം അണ്ടർ ദ എഷറും ആയിരിക്കും. ബ്ലാക്ക് എഷർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ എഷറിന്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡും ആയിരിക്കും ഇൻ കേസ് ഓഫ് ക്യൂട്ടേനിയസ് ആന്ത്രാക്സിൽ. അതേസമയത്ത് സെപ്റ്റിസീമിക് ആൻഡ് ഓൾസോ ഇൻഹലേഷൻ ആന്ത്രാക്സ് ആണെങ്കിൽ ബ്ലഡ് എടുക്കാം, ലിംഫ് നോഡ് എടുക്കാം ആൻഡ് സ്പ്ലീനിക് ആസ്പിറേറ്റ്സ് ഒക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടോ ആന്ത്രാക്സ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കേസ് നമ്മൾ CSF സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. ഇനി അതല്ല ഇൻഹലേഷൻ ആന്ത്രാക്സ് മാത്രമാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തെടുക്കുന്നു, സ്പൂട്ടൻ സാമ്പിളാണ് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇത്രയാണ് നമ്മുടെ സാമ്പിൾസിൻ്റെ അകത്ത് വരുന്നത്. ദെൻ സാമ്പിൾസ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ്. നമ്മൾ സാമ്പിൾ എടുത്തു, നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാം പോസിറ്റീവ് ബ്രോഡ് ലാർജ് ഗ്രാം പോസിറ്റീവ് ബാസിലൈൻ കാപ്സുലേറ്റഡ് ആയിട്ടുള്ള ബാസിലൈനെ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് എന്തുണ്ടാവില്ല, നമ്മൾ ഡു നോട്ട് ഷോ എനി സ്പോർസ്. അതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹ്യൂമൻസ് അല്ലെങ്കിൽ ആനിമൽസ് ബോഡിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് സ്പോർ ഫോം വെജിറ്റേറ്റീവ് ഫോംസിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ സാമ്പിൾസിന്റെ അടുത്ത് നോക്കുന്ന സമയത്ത് ഒരിക്കലും എന്ത് കാണത്തില്ല, നമ്മുടെ സ്പോർട്സിന് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ജിംസ സ്റ്റെയിൻ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഒരു പർപ്പിൾ ബാസിലെയും സറൗണ്ടഡ് ബൈ റെഡ് ക്യാപ്സ്യൂളും കാണാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് ആയിട്ടുള്ള നമ്മൾ ഇന്ത്യാങ് മെത്തേഡ് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഹിസ് മെത്തേഡ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇതിന്റെ ക്യാപ്സ്യൂളിനെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെക്ഫേഡിയൻ റിയാക്ഷൻ ആണ്. മെക്ഫേഡിയൻ റിയാക്ഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോളിക്രോം മെത്തിലിൻ ബ്ലൂ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റെയിൻഡ് സ്മിയേഴ്സിന്റെ അകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പോളിക്രോം മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാൻ പറ്റും, ഒരു ക്യാപ്സുലാർ മെറ്റീരിയൽസ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമോർഫസ് പർപ്പിഷ് മെറ്റീരിയൽ അറൗണ്ട് ദ ക്യാപ്സൂൾ ആയിട്ട് കാണാൻ പറ്റും. ആ ക്യാപ്സൂളിന്റെ ചുറ്റായിട്ട് ഒരു വേറൊരു കളർ ചേഞ്ച് കാണാൻ പറ്റും. ഇതിനെ നമ്മൾ കളർത്തിൽ പറയുന്ന പേരാണ് മക്ഫേഡിയൻ റിയാക്ഷൻ എന്ന് പറയുന്നു. അത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ കൾച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് ന്യൂട്രന്റ് അഗാർ, ബ്ലഡ് അഗാർ അല്ലെങ്കിൽ സെലക്റ്റീവ് ആയിട്ടുള്ള പ്ലറ്റ് മീഡിയ ഒക്കെയാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ന്യൂട്രന്റ് അഗാറിലാണെങ്കിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ആഫ്റ്റർ 24 hours നോക്കുന്ന സമയത്ത് ഒരു ഗ്രേഷ് ഗ്രാനുലർ കോളനീസ് ആയിരിക്കും, ഹാവിംഗ് 2 to 3 millimeter ഡയമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ നമ്മൾ ഈ ഒരു കോളനീസിനെ നമ്മൾ ലോ പവറിൽ മൈക്രോസ്കോപ്പിന്റെ ലോ പവറിൽ നോക്കുന്ന സമയത്ത് ലോങ് ഇന്റർലേസിംഗ് ചെയിൻസ് ഓഫ് ബാസിലെ കാണാൻ പറ്റും. അതിനെ നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നോക്കുന്ന സമയത്ത് ഒരു മെൽറ്റ് ചെയ്ത ഹെയർ പോലെ കാണാൻ പറ്റും. അതിന് നമ്മൾ പറയുന്ന പേരാണ് മെഡൂസ ഹെഡ് അപ്പിയറൻസ് എന്ന് പറയുന്നു. വിത്ത് സർഫസിന് എന്തായിരിക്കും അൺഈവൻ ആൻഡ് വേവി മാർജിൻസ് ഒക്കെ ആയിരിക്കും കാണാൻ പറ്റുക. ഇത് ബാസിലസ് ആന്ത്രാസിസിന്റെ മാത്രം പ്രത്യേകതയാണ് മെഡൂസ ഹെഡ് അപ്പിയറൻസ്. ഇതാണ് നമ്മൾ മെഡൂസ, ഇത് ബ്ലഡ് അഗാറിന്റെ അകത്താണ്. മെഡൂസ ഹെഡ് അപ്പിയറൻസ് ഏതാണ് ഈ രീതിയിലുള്ള അപ്പിയറൻസ് ആയിരിക്കും കാണാൻ പറ്റുക. ദെൻ ബ്ലഡ് അഗാറിൽ നോക്കുന്ന സമയത്ത് കൂടെ നമ്മൾ എന്താ കാണാൻ പറ്റുക, കോളനി ഗ്രേ ഓർ വൈറ്റ് ആയിരിക്കും, നോൺ ഹ്യൂമലറ്റിക് കോളനീസ് ആയിരിക്കാം. ദാറ്റ് മേ ബി ഡ്രൈ ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് ആയിരിക്കാം. ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 millimeter ഡയമീറ്റർ ആയിരിക്കാം. ഇതാണ് ന്യൂട്രന്റ് അഗാറിനകത്ത് നമ്മൾ കാണുന്ന കോളനീസ്. ഇത് ബ്ലഡ് അഗാറിനകത്ത്, ഇതാണ് ബ്ലഡ് മീഡിയത്തിൽ കാണുന്ന കോളനിയാണ് ബാസിലസ് ആന്ത്രാസിസിന്റെ. എന്നാൽ ഈ ബാക്ടീരിയ നമ്മൾ എങ്ങനെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കോളനി മോർഫോളജി നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഇപ്പൊ ന്യൂട്രന്റ് അഗാറിലാണെങ്കിലും ബ്ലഡ് അഗാറിലാണെങ്കിലും നമുക്ക് മെഡൂസ ഹെഡ് അപ്പിയറൻസ് കാണാൻ പറ്റും. ദെൻ ബ്ലഡ് അഗാറിലാണെങ്കിൽ നോൺ ഹ്യൂമലറ്റിക് കോളനീസ് ആയിരിക്കും ആൻഡ് ഓൾസോ സ്റ്റിക്കി കൺസിസ്റ്റൻസി ആയിരിക്കാം. ദെൻ ചാർക്കോൾ ഹൈഡ്രേറ്റ് അഗാറിനകത്ത് നോ ഗ്രോത്ത് ആയിരിക്കാം. പിന്നെ നമ്മൾ ഗ്രാം സ്റ്റെയിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് ലാർജ് ഗ്രാം പോസിറ്റീവ് സ്പോർ ഫോമിംഗ് ബാസിലസിനെ നമുക്ക് കാണാൻ, ചില കേസിൽ നമുക്ക് സ്പോർ ഫോമിനെ കാണാൻ പറ്റും. നോർമലി നമ്മൾ ക്ലിനിക്കൽ സാമ്പിൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സ്പോർസിനെ കാണാൻ പറ്റത്തില്ല. ദെൻ നോൺ മോട്ടൈൽ ആൻഡ് ക്യാപ്സുലേറ്റഡ് ബാക്ടീരിയാസ് ആയിരിക്കും. ദെൻ ഗാമ ഫേജ് ലൈസിസ് പോസിറ്റിവിറ്റി തരും. ദെൻ സ്ട്രിംഗ് ഓഫ് പിൽ റിയാക്ഷൻ പോസിറ്റീവ് ആയിരിക്കാം. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ബാസിലസ് ആന്ത്രാസിസ് ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഇതിന്റെ ആനിമൽ പാത്തോജൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രോത്ത് കൾച്ചർ നമ്മൾ ഡയലൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 1/100 നമ്മൾ ഡയലൂട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ 0.1 ml എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഗിനി പിഗ് അല്ലെങ്കിൽ മൗസിലോട്ട് നമ്മൾ സബ്ക്യൂട്ടേനിയസ്ലി ഇഞ്ചക്ഷൻ ചെയ്യും. ഓക്കെ, വിത്തിൻ ആഫ്റ്റർ 72 hours ശേഷം എന്ത് ചെയ്യും, ഈ ആനിമൽസിന്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടാവും. ഈ ആനിമൽസിന്റെ ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ബാസിലൈനെ നമുക്ക് ഈ ഒരു ആനിമലിന്റെ ഹാർട്ടിന്റെ അകത്ത് നമ്മൾ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ സ്പ്ലീനിന്റെ അകത്ത് നിന്ന് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാസിലൈനെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആനിമൽ പാത്തോജനിസിറ്റി യൂസ് ചെയ്യുന്നത്.
ദെൻ സീറോ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ പ്രൊട്ടക്റ്റീവ് ആന്റിജൻസ് അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഉണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. അത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ജെൽ ഡിഫ്യൂഷൻ ടെസ്റ്റ് ചെയ്യാം, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടെസ്റ്റ് ചെയ്യാം, ഇൻഡയറക്റ്റ് ഹീമോഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് ചെയ്യാം, പിന്നെ എലൈസിയം മെത്തേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സീറോ ഡയഗ്നോസിസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന അസ്കോളി ടെസ്റ്റ് ഉണ്ട്. ഇതെന്ന് വെച്ചാൽ ഒരു പ്രിസിപ്പിറ്റേഷൻ ടെസ്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ റാപ്പിഡ് ടെസ്റ്റും കൂടിയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻഫെക്റ്റഡ് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സലൈനിൽ നമ്മൾ നല്ലപോലെ ഗ്രൗണ്ട് ചെയ്യും, അത് നല്ലപോലെ ഗ്രില്ല് ചെയ്യും, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഇതിനെ ബോയിൽ ചെയ്യും, 5 minutes നമ്മൾ ബോയിൽ ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫിൽട്രേറ്റ് എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യും, അതിന്റെ ബോയിൽ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിന്റെ ടിഷ്യൂ എക്സ്ട്രാക്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ആന്ത്രാക്സ് ടോക്സിന്റെ മുകളിലോട്ട് നമ്മൾ ലെയർ ചെയ്ത് വെക്കും. എന്താ സംഭവിക്കുക, ഒരു 5 minutes നമ്മൾ നോക്കുന്ന സമയത്ത് എന്ത് കാണാൻ പറ്റും, ഇപ്പൊ ആന്ത്രാക്സിന്റെ ബാസില ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ഒരു സോൺ ഓഫ് പ്രിസിപ്പിറ്റേഷൻ കാണാൻ പറ്റും. അതായത് ഈ നമ്മുടെ ടിഷ്യൂ എക്സ്ട്രാക്റ്റും പിന്നെ അതുപോലെ തന്നെ ആന്റിസിറം വന്ന് ജോയിൻ ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു വിത്തിൻ 5 minutes നമുക്ക് എന്ത് കാണാൻ പറ്റും, ഒരു സോൺ ഓഫ് പ്രിസിപ്പിറ്റേഷൻ കാണാൻ പറ്റും. അതാണ് നമ്മൾ അസ്കോളിക് പ്രിസിപ്പിറ്റേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മോളിക്കുലർ ഡയഗ്നോസിസ് ആയിട്ട് PCR, LCR, RFLP, ഫിഷ്, DNA പ്രോബ് അനാലിസിസ് ഒക്കെ ചെയ്യും. Then prevention and control എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് 3 ഹെഡിങ്ങിലാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഇസ് ദ കീമോ പ്രൊഫൈലാക്സിസ് വിത്ത് ആന്റിബയോട്ടിക്സ്, ദെൻ ഇമ്മ്യൂണോ പ്രൊഫൈലാക്സിസ് വിത്ത് വാക്സിനേഷൻ ആൻഡ് ഡീകണ്ടാമിനേഷൻ ഓഫ് ആനിമൽ പ്രൊഡക്ട്സ്. ഇങ്ങനെ 3 ഹെഡിങ്ങിലാണ് നമ്മൾ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പഠിക്കുന്നത്. ഇതിനകത്ത് കീമോ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഇത് എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രഷൻ ഓഫ് ഡിസീസസിനെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഹലേഷൻ ആന്ത്രാസിന്റെ കേസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് കീമോ പ്രൊഫൈലാക്സിസ് കൊടുക്കാറുള്ളത്. നമ്മൾ നോർമലി കൊടുക്കുന്ന ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിപ്രോഫ്ലോക്സാസിൻ, ടെട്രാസൈക്ലിൻ, ഡോക്സിസൈക്ലിൻ, പെനിസിലിൻ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു 60 days നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ ഇത് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റൂ. ദെൻ ഇമ്മ്യൂണോ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്സിനേഷൻ ആണ്. നമ്മുടെ ആനിമൽസിനും കൊടുക്കാം, അതുപോലെ തന്നെ ഹ്യൂമൻസിനും വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട്. വാക്സിനേഷൻ ഇൻ ആനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു നോൺ എൻകാപ്സുലേറ്റഡ് ടോക്സിജനിക് സ്ട്രെയിൻസ് ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആനിമൽസിന് വാക്സിനേഷന് വേണ്ടിയിട്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്റ്റെർണി വാക്സിൻ ആണ് നമ്മളിപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ എവിർലന്റ് സ്ട്രെയിൻ ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ആയിരിക്കും. ഇത് ഒരു മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു എവിർലന്റ് സ്ട്രെയിൻ ആയിരിക്കും. എവിർലന്റ് സ്ട്രെയിൻ പറഞ്ഞാൽ നമുക്ക് നേരത്തെ പഠിച്ചിട്ട് എന്താണ്, നോൺ കാപ്സുലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെയിൻ ആയിരിക്കും. ഇതിന് എന്തുണ്ടാവും, സ്പോർ ഫോമിംഗ് കപ്പാസിറ്റി ഉണ്ടാവും. ഇത് അങ്ങനെയുള്ള ഒരു ബാസിലസ് ആന്ത്രാസിൻ, മ്യൂട്ടന്റ് ആയിട്ടുള്ള ബാസിലസ് ആന്ത്രാസിസിനെ വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ വാക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആനിമലിന്റെ ബോഡിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സബ് ലീതൽ എമൗണ്ട് ഓഫ് ടോക്സിൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ലീതൽ എന്നായിരിക്കും, മീൻസ് ഹാർംഫുൾ എഫക്ട് എന്നാണ്. സബ് ലീതൽ ആയിരിക്കും, ചെറിയൊരു എമൗണ്ടിൽ ടോക്സിൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് എന്തുണ്ടാവും, അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ആന്റിബോഡീസിനെ ഈ ഒരു ആനിമൽസിന്റെ ബോഡീസിനെ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, ദെൻ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഇൻഫെക്ഷൻ ഒരു സിംഗിൾ നമ്മുടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്റ്റെർണി വാക്സിൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 year പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യും, ആനിമൽസിന് ഗ്യാരണ്ടി ആയിരിക്കാം. പിന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരിക്കലും എന്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഹ്യൂമൻസിന് ഇത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സ്റ്റെർണി വാക്സിൻ ഓൺലി ഫോർ ആനിമൽസ് ആണ്. ദെൻ ഹ്യൂമൻസിന് വേണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തത് നോൺ സെല്ലുലാർ ഹ്യൂമൻ ആന്ത്രാക്സ് വാക്സിൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കളക്റ്റീവ്ലി പറയുന്ന പേര് ആന്ത്രാക്സ് വാക്സിൻ അഡ്സോർബ്ഡ് എന്നാണ് ഇതിന്റെ AVA, ദാറ്റ് ഈസ് ആന്ത്രാക്സ് വാക്സിൻ അഡ്സോർബ്ഡ് എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ്, അതായത് ഒക്യുപ്പേഷണൽ ഹൈ റിസ്ക്, അതായത് ഈ കോട്ടൺ വൂൾസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഫാർമേഴ്സിനൊക്കെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഇന്ത്യയിലൊന്നും അവൈലബിൾ അല്ല, ഓൺലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രമേ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അകത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എവിർലന്റ് ആയിട്ടുള്ള നോൺ ക്യാപ്സുലേറ്റഡ് സ്ട്രെയിൻസ് ഓഫ് ബാസിലസ് ആന്ത്രാസിസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കൾച്ചർ ഫിൽട്രേറ്റ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതായത് പ്രൊട്ടക്റ്റീവ് ആന്റിജൻ അഗേൻസ്റ്റ് ആയിട്ടുള്ള ആന്റിബോഡി ഫോർമേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ് ഇതാക്കുന്നത്. അതായത് 2 ആഴ്ച കൂടുന്ന സമയത്ത് 2 ആഴ്ചൻ്റെ ഉള്ളിൽ 3 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കും. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യും, ഒരു 3 അഡീഷണൽ ആയിട്ട് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൂടി കൊടുക്കും. അതായത് 6 മാസം, 12 മാസം, 18 മാസം. അതായത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആണ് കൊടുക്കുന്നത്. 2 ആഴ്ചയുടെ ഉള്ളിൽ 3 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കും. ഓക്കെ, ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൂടി കൊടുക്കും. അതായത് ഒന്ന് 6 മാസം കഴിയുമ്പോൾ ഒരു സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കും, ദെൻ 12 മാസത്തിൽ കൊടുക്കും, ദെൻ 18 മാസത്തിൽ കൊടുക്കും. ദെൻ അതിനുശേഷം വേണം എന്ത് ചെയ്യാം, ഓരോ വർഷം കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആനുവൽ ബൂസ്റ്റർ ഡോസ് കൊടുക്കാം.
ഓക്കെ, ഇത് മെയിൻ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റ് എക്സ്പോഷർ ട്രീറ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് 18 ഇയേഴ്സിനും 65 ഇയേഴ്സിനും ഇടയിലുള്ള ഹെൽത്തി ഇൻഡിവിജ്വൽസിനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഈ ഒരു ആന്ത്രാക്സിന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള ചാൻസസ് കൂടുതൽ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. ദെൻ ഡീകണ്ടാമിനേഷൻ ഓഫ് ആനിമൽ പ്രൊഡക്ട്സ്, ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റെറിലൈസ് ആനിമൽ പ്രൊഡക്റ്റും അതായത് ഈ വൂൾസും ഹൈഡ്സും ഒക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതൊക്കെയാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഈ ഒരു കോട്ടൺ വൂൾസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആന്ത്രാക്സ് കിട്ടാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു നമ്മുടെ ആനിമൽ പ്രൊഡക്ട്സിനൊക്കെ നല്ല രീതിയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ പേഴ്സണൽ ഹൈജീൻ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുക. ഈ രീതിയിലൊക്കെയാണ് നമുക്ക് ഈ ഒരു ആന്ത്രാക്സിന്റെ ഡിസീസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലിമിറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതോടുകൂടി ബാസിലസ് ആന്ത്രാസിസ് അവിടെ തീർന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.